ശ്രീകൃഷ്ണ ഭഗവാന് ഇഷ്ടമുള്ള ഒരു നാമജപത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നാമജപം എന്നതിലും ഉപരി ഒരു മന്ത്രമാണത്. സാധാരണ നമ്മൾ ഹരേ രാമ ഹരേ കൃഷ്ണ ജപിക്കുമ്പോൾ പ്രത്യേകിച്ച് വ്രതമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഏത് സമയത്തും ആ നാമം ജപിക്കാൻ കഴിയും. ഈവൻ നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് പോലും ജപിക്കാൻ കഴിയുന്നതാണ് ഹരേ കൃഷ്ണ ഹരേ രാമയൊക്കെ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് അത്യാവശ്യം നല്ല വ്രതശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു നാമജപമാണ്. ഹരേ രാമ ഹരേ കൃഷ്ണയൊക്കെ നമ്മൾ സാധാരണ ഭഗവാനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ സദാസമയം ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രമാണെങ്കിലും ഈ പറയാൻ പോകുന്ന മന്ത്രം നമുക്ക് പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും ഭഗവാനെ കൂടുതൽ പ്രീതിപ്പെടുത്തുവാനും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മന്ത്രമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മന്ത്രമാണ്. ഒറ്റ ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പായിട്ട് ആ മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നും കൂടി പറയാം. ആ ഒരു വ്രതശുദ്ധിയോട് കൂടി മാത്രം ജപിച്ചാലേ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയായിരിക്കണം. നന്നായിട്ട് കുളിച്ച് മറ്റുള്ളവരടുത്ത് ദേഷ്യമോ അസൂയോ ഒന്നും വെക്കാതെ മനസ്സ് ശുദ്ധമായിട്ടും ശരീരം ശുദ്ധമായിട്ടും വേണം ഈ മന്ത്രം ജപിക്കേണ്ടത്. പീരീഡ്സിൻ്റെ സമയത്തൊന്നും ഈ മന്ത്രം ജപിക്കാൻ പാടില്ല. അതുപോലെ നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് ഈ മന്ത്രമൊന്നും ഒരിക്കലും ജപിക്കാൻ പാടില്ല. പരമാവധി വെജിറ്റേറിയനായിട്ട് തന്നെ ഇരിക്കുക. രാവിലെയും വൈകുന്നേരവുമാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. 2 നേരവും ചൊല്ലാൻ സമയമില്ലെങ്കിൽ 1 നേരമായാലും മതി. പക്ഷേ 108 തവണ ചൊല്ലണം. ഏത് നേരമാണോ നിങ്ങൾ ചൊല്ലുന്നത് അത് 108 തവണ. രാവിലെയും വൈകുന്നേരവും ആണെങ്കിലും രാവിലെ 108 വൈകിട്ട് 108. ഇനി രാവിലെ മാത്രമാണെങ്കിൽ രാവിലെ 108. എപ്പോഴാണെങ്കിലും 108 തവണ ചൊല്ലുക. ഇത് ചൊല്ലുന്നതിനായിട്ട് നിങ്ങൾക്ക് ജപമാല യൂസ് ചെയ്യാം. 108 ബീഡ്സ് അല്ലെങ്കിൽ മുത്തുകളുള്ള മാലകൾ വാങ്ങിക്കാൻ കിട്ടും, രുദ്രാക്ഷത്തിൻ്റെയും ചന്ദനത്തിൻ്റെയൊക്കെ. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് എണ്ണി നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ എണ്ണം തെറ്റുകയില്ല. അതല്ലെങ്കിൽ ഫോണിൽ നമുക്ക് പ്ലേ സ്റ്റോറിലൊക്കെ കയറിയിട്ട് ജപ ബീഡ്സ്, പ്രെയർ ബീഡ്സ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആപ്പുകൾ കിട്ടും. അതിൽ നമ്മളിങ്ങനെ തൊടുമ്പം ഓരോരോ ബീഡ്സായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യും. 108 വരെ നമുക്കതിനകത്ത് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് 108 തവണ തന്നെ ചൊല്ലുക. ഇതേപോലെ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം. വിളക്ക് കത്തിച്ചിട്ട് വിളക്കിന് മുമ്പിലിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് വിളക്ക് കത്തിച്ചിട്ട് വിളക്കിന് മുമ്പിൽ തന്നെ ഇരുന്നിട്ട് ജപിക്കുന്നതാണ്. ഈ 108 തവണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കേണ്ടത്. ചുമ്മാ നമ്മൾ മന്ത്രം ജപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മനസ്സ് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കാര്യമില്ല. ഓരോ പ്രാവശ്യം മന്ത്രം ജപിക്കുമ്പോഴും ഭഗവാന്റെ ആ രൂപം നമ്മുടെ മുമ്പിലുണ്ടാവണം. ഫുൾ കോൺസെൻട്രേഷനുള്ള അങ്ങനെ ജപിക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യും. അതായത് നിങ്ങൾ ഈ ഒരു ജപം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ പോലും നിങ്ങളുടെ കൂടെ ഭഗവാനുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി മന്ത്രം പറയാം. ഓം ക്ലീം കൃഷ്ണായ നമഃ. ഓം ക്ലീം കൃഷ്ണായ നമഃ. ഇത് വേണം നിങ്ങൾ 108 തവണ ചൊല്ലേണ്ടത്. പറ്റുമെങ്കിൽ ഉറക്കെ ചൊല്ലുന്നതാണ് നല്ലത്. കുറേ നേരം നമ്മൾ ഉറക്കെ ചൊല്ലുമ്പോൾ ക്ഷീണം വരുന്നവരാണെങ്കിൽ അത് വേണ്ട, മനസ്സ് ജപിച്ചാൽ മതി. പക്ഷേ നമ്മൾ ഉറക്കെ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. നമ്മൾ വേറെ എങ്ങും നമ്മുടെ മനസ്സ് റീതിങ്ക് ചെയ്ത് ഡൈവേർട്ടായി പോകത്തില്ല. അതിൽ തന്നെ നമ്മളുടെ സൗണ്ടിൽ തന്നെ നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ നിൽക്കും. ഈ ഒരു മന്ത്രം ഏത് പ്രായക്കാർക്കും ചൊല്ലാവുന്നതാണ്. നിങ്ങൾ ആര് ചൊല്ലിയാലും നിങ്ങൾക്ക് മാത്രമല്ല അതിനുള്ള ഗുണം കിട്ടുന്നത്, കുടുംബത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഐശ്വര്യവും ഫലപ്രാപ്തിയൊക്കെ ഉണ്ടാവുന്നതാണ്. പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിൽ ഒരു തുളസി വെച്ച ശേഷം ഇങ്ങനെ മന്ത്രജപം തുടങ്ങുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഏകാദശി ദിവസമൊന്നും തുളസിയില എടുക്കാൻ പാടില്ല കേട്ടോ, അത് ദോഷമാണ്. ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾക്ക് തുളസിയില എടുത്തിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ ഒരു പ്രാർത്ഥന തുടങ്ങാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്.